ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൈര് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ച് വെക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ കറി തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പച്ചമുളക്, അര ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുക. ഇനി സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും കൂടി മിക്സ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി നമുക്കിതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് താളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. താള് ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലിയും കൂടി ഒന്ന് ചീമ്പി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് താളൊന്ന് വഴറ്റിയെടുക്കുക. ഈ താള് വഴന്ന് കിട്ടുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളൊരു തൈരും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാവേ. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് തൈരൊന്ന് എടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ടിയുള്ള തൈര് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് തൈര് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചും കൂടി എടുക്കുക. ഇപ്പോൾ താളൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് തൈര് ചിലപ്പോൾ നമ്മൾ ചൂടോടുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.